കാസർഗോഡ് നുള്ളിപ്പാടിയിൽ നിർമ്മാണത്തിലിരിക്കുന്ന കെട്ടിടത്തിന് സമീപം കണ്ട ചോരപ്പാടുകൾ. പിന്നീട് നടത്തിയ അന്വേഷണത്തിൽ പുറത്തുവന്നത് നാടിനെ നടുക്കിയ അരുംകൊലയുടെ കഥകൾ. കർണാടക ഹൊസൂർ സ്വദേശി ചന്ദ്രശേഖർ സുരേഷ് പട്ടാടിനെ ആസൂത്രിതമായി കൊലപ്പെടുത്തിയതെന്നാണ് പോലീസ് കണ്ടെത്തൽ. തലക്കേറ്റ ആഴത്തിലുള്ള മുറിവാണ് മരണകാരണമായതെന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. സംഭവവുമായി ബന്ധപ്പെട്ട് കർണാടക സ്വദേശികളായ 2 പേർ കാസർഗോഡ് ടൗൺ പോലീസിന്റെ കസ്റ്റഡിയിലുണ്ട്. കൊലപാതകത്തിൽ കൂടുതൽ പേർക്ക് പങ്കുണ്ടെന്നാണ് സംശയം. കാസർഗോഡ് നഗരത്തിന് സമീപം നുള്ളിപ്പാടിയിൽ നിർമ്മാണത്തിലിരിക്കുന്ന കെട്ടിടത്തിന് സമീപത്ത് ലിഫ്റ്റ് സ്ഥാപിക്കാനെടുത്ത കുഴിയിൽ കൊല്ലപ്പെട്ട നിലയിൽ കാണപ്പെട്ട യുവാവിനെ തിരിച്ചറിഞ്ഞു. കർണാടക ഗദഗ് ബലേഗ ഹൊസൂരിലെ ചന്ദ്രശേഖർ സുരേഷ് പട്ടാടാണ് കൊല്ലപ്പെട്ടത്. ഇയാൾക്കൊപ്പം താമസിച്ച് ജോലി ചെയ്തു വരുന്ന ബന്ധുക്കളും നാട്ടുകാരായ ചിലരും ജനറൽ ആശുപത്രിയിലെത്തി മൃതദേഹം ചന്ദ്രശേഖരന്റേതാണെന്ന് തിരിച്ചറിഞ്ഞു. ജനറൽ ആശുപത്രിയിൽ നടത്തിയ പോസ്റ്റ്മോർട്ടത്തിലാണ് സംഭവം കൊലപാതകമാണെന്ന് സ്ഥിരീകരിച്ചത്. തലക്കേറ്റ ആഴത്തിലുള്ള മുറിവാണ് മരണകാരണമായതെന്നാണ് പോസ്റ്റ്മോർട്ടം പ്രാഥമിക റിപ്പോർട്ട്. കൊലപാതകമാണെന്ന നിഗമനത്തിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് നേരത്തെ തന്നെ വിശദമായ അന്വേഷണം ആരംഭിച്ചിരുന്നു. ജില്ലാ പോലീസ് മേധാവി BV വിജയഭരത് റെഡ്ഡിയുടെ നേതൃത്വത്തിൽ പോലീസ് സ്ഥലത്തെത്തി വിശദമായ പരിശോധന നടത്തി. അന്വേഷണത്തിന്റെ ഭാഗമായി ഡോഗ് സ്ക്വാഡും വിരലടയാള വിദഗ്ധരും സ്ഥലത്തെത്തിയിരുന്നു. സംഭവവുമായി ബന്ധപ്പെട്ട് കർണാടക സ്വദേശികളായ 2 പേരെ കാസർഗോഡ് ടൗൺ പോലീസ് കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തു വരുന്നു. ചൊവ്വാഴ്ച രാത്രി 10 മണിയോടെയാണ് നിർമ്മാണത്തിലിരിക്കുന്ന ബഹുനില കെട്ടിടത്തിന്റെ ലിഫ്റ്റ് സ്ഥാപിക്കുന്നതിനായി എടുത്ത കുഴിയിൽ അജ്ഞാത യുവാവിന്റെ മൃതദേഹം കാണപ്പെട്ടത്. അടിവസ്ത്രം മാത്രമേ മൃതദേഹത്തിൽ ഉണ്ടായിരുന്നുള്ളൂ. വിവരമറിഞ്ഞെത്തിയ പോലീസ് നടത്തിയ പരിശോധനയിൽ കെട്ടിടത്തിനകത്തും വഴിയിലും ചോരപ്പാടുകൾ കണ്ടെത്തിയിരുന്നു. മൃതദേഹത്തിന്റെ പല ഭാഗങ്ങളിലും അടിയേറ്റ പാടുകളും തലയിൽ ആഴത്തിലുള്ള മുറിവുള്ളതായും പരിശോധനയിൽ കണ്ടെത്തി. സംഭവ സ്ഥലത്ത് നിന്ന് ലഭിച്ച ഒരു ആധാർ കാർഡ് കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് നിർണായക തെളിവുകൾ ലഭിച്ചത്. ആധാർ കാർഡിന്റെ ഉടമയാണ് കൊല്ലപ്പെട്ടതെന്നായിരുന്നു ആദ്യം കരുതിയിരുന്നത്. എന്നാൽ അന്വേഷണത്തിൽ കൊല്ലപ്പെട്ടത് ചന്ദ്രശേഖരയാണെന്ന് കണ്ടെത്തുകയായിരുന്നു. ന്യൂസ് 18 കാസർഗോഡ്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.